പണം കൊടുത്തമ്മ നരകം വാങ്ങാന്നൊക്കെ പറഞ്ഞില്ലേ? ഇത് ഇവിടെ നടക്കുന്ന ഒരു പക്ക ബിസിനസ്. നമ്മളിങ്ങനെ നാടുകാണി ചുരം ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മക്ബറ ഉണ്ട്. ആ മക്കാമിലാണെങ്കിലോ ഒരുപാട് ആളുകൾ വരുന്നേ, മുസ്ലിങ്ങളും അതല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നേ. അവര് വന്നിട്ട് ഇവിടെ രണ്ട് നേർച്ചപ്പെട്ടുണ്ട്, രണ്ടിലും പൈസ ഇടുന്നുണ്ട്. അതേമാതിരി മേലെ കയറിയിട്ട് ഖബറിന്റെ അടുത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. യഥാർത്ഥത്തില് ഇതിന്റെ സത്യാവസ്ഥ എന്താ, സംഭവം എന്തത് എന്ന് മക്ബറുണ്ടോ? അതായത് ഇസ്ലാമിൽ ഇതിനൊരു അസ്ലുമില്ല. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളൂ. നമുക്ക് റസൂലിനെ അറിയാം. റസൂലാണ് നമ്മുടെ നേതാവ്. റസൂൽ പറഞ്ഞ ഒറ്റ കാര്യം, അല്ലാഹുമ്മ തജൽ കബരി വസന യുഅബദും അല്ലാഹുമ്മ തജൽ കബരി ചെയ്ത എന്റെ മക്ബറിനെ നിങ്ങളൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റരുത്, അല്ലെങ്കിൽ എന്റെ ഖബറിനെ നിങ്ങളൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റരുത്. അത്രേ ഉള്ളൂ. അതായത് ഇസ്ലാമിൽ ഇതിനൊരു അടിസ്ഥാനമല്ല. എന്നിട്ടോ നമ്മൾ വന്നിട്ട് ഒരു മണിക്കൂർ നേരമായി അല്ലെ? നമ്മളോട് വന്നിട്ട് ഒരു മണിക്കൂർ നേരമായി. കണ്ടമാനം ആൾക്കാർ ഇവിടെ വരുന്നേ. ഒരു പൈസ രണ്ടു നേർച്ചപ്പെട്ടിന് അവിടെ പൈസ ഇടാണ്. അതേപോലെ തന്നെ ഓല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചൊക്കെ പോകണം. അതായത് ഒരാള് അയാൾക്ക് അള്ളാഹ് മാത്രം മതി. അലൈഹി സ്വല്ലാഹു ബി കാഫിൻ അബദ. അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അത് മാത്രം മനസ്സിലാക്കിയാതെ ഇന്ത്യവും ആക്കും. നിങ്ങൾ ഈ മരിച്ചുപോയ ആൾക്കാരോട് പ്രാർത്ഥിച്ചു, ഓലൊന്നും കേൾക്കൂല. ഓല് പോയി, ഓല് മരിച്ചുപോയതാ. ഓൽക്ക് ഇനി ദുനിയാവിനായിട്ടൊരു ബന്ധമില്ല. എന്നിട്ടും ആൾക്കാർ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഓരോ ജീവിതത്തിൽ പരിഹാരമാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന കരുതിയിട്ട് ഓലൊക്കെ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അതിനൊരു കാര്യമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തില് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഇതിനെ കുറിച്ചിട്ട് പടച്ചറബ് പറയുന്നുണ്ട്. അതിൽ പെട്ടെന്നാണ് വമൻ അള്ളലും ഇമ്മൻ എതവും ഇന്ദൂനില്ല. അള്ളാഹിന് പുറമെ നിങ്ങൾ ആരെങ്കിലും വിളിച്ചു തേടുകയാണെങ്കിൽ അവനേക്കാളേറെ വഴി വെച്ച് പോയിട്ടുള്ളവൻ ആരാണുള്ളത്? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ പടച്ചറബ് പോരെ എന്നുള്ളത് ഇന്ന് നിൽക്കുന്ന രീതി തന്നെയാണ്. ഒരായത്തോടെ നമുക്ക് പറയണ്ടേ. അതായത് ഒറ്റ ആയത്ത്, യാ അയ്യുഹന്നാസു ളരിബ മസലും ഫസ്തമിഊല ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലയഖ്ലുഖു ദുബാബ. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഓൽക്കൊരു ഈച്ചനെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ലെന്നാ. അത്രമാത്രം ദുർബലരാണ് മനുഷ്യര്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഇതിന് അതെ, ഇതിന് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ഒന്നും പറയാല്ല, പണം കൊടുത്തമ്മ നരകം വാങ്ങാന്നൊക്കെ പറഞ്ഞില്ലേ? ഇത് ഇവിടെ നടക്കുന്ന ഒരു പക്ക ബിസിനസ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്, ശരിയായ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.